ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മളൊരു കിടിലൻ ഓഫറാണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഓഫറിലേക്ക് നമ്മൾ ജസ്റ്റ് സൈൻ അപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു 2500 രൂപയും അതേപോലെ തന്നെ ഓരോ ആൾക്കാർ നമ്മൾ ഈ ഓഫറിലേക്ക് റെഫർ ചെയ്യുമ്പോഴും നമുക്ക് 500 രൂപ വെച്ച് ഈസി ആയിട്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഓഫറാണ്. അപ്പോൾ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ എമൗണ്ട് നമുക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതേപോലുള്ള കിടിലൻ മണി മേക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ എബിൻടെക് എന്ന് പറഞ്ഞ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലിംഗ് ക്ലിക്കും മറക്കാതെ ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലിമിറ്റഡ് ടൈം ആയിട്ടുള്ള ഓഫീസെല്ലാം നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വന്ന ഓഫർ ഏതാണെന്ന് നമുക്കിനി പോയി നോക്കാം. അപ്പോൾ ഈ ഓഫറിലേക്ക് കയറാനുള്ള ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഓഫറിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ടെലഗ്രാം ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വീഡിയോയുടെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്ക് വരുന്നതായിരിക്കും. ഇതൊരു എയർ ഡ്രോപ്പ് ഓഫറാണ്. അപ്പോൾ ഈ എയർ ഡ്രോപ്പിൻ്റെ പേരാണ് സൂപ്പർ റണ്ണിങ് കോയിൻ എന്നാണ് ഈ എയർ ഡ്രോപ്പിൻ്റെ പേര്. അപ്പോൾ ഇതവരിവിടെ പറഞ്ഞിട്ടുണ്ട്, സൂപ്പർ റണ്ണിങ് കോയിൻ ഈസ് ദ ലാർജസ്റ്റ് ഗ്ലോബൽ ഡിജിറ്റൽ കറൻസി ബേസ്ഡ് ഓൺ ക്രിപ്റ്റോ നെറ്റ്വർക്ക് എന്നൊക്കെ. അപ്പോൾ ഈ എയർ ഡ്രോപ്പ് എന്താണെന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കായിട്ട് എയർ ഡ്രോപ്പ് എന്താണെന്ന് ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഓരോ കോയിൻസും ക്രിപ്റ്റോ കറൻസി പോലുള്ള കോയിൻസ് ഇറങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കുറച്ച് പേർക്ക് കൊടുക്കുന്ന പരിപാടിയാണ് ഈ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അതങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ കോയിൻ്റെ വാല്യൂ ഭാവിയിലേക്ക് കൂട്ടാനും അതേപോലെ തന്നെ അവരുടെ മെമ്പേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ബിറ്റ് കോയിൻ എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ബിറ്റ് കോയിനൊക്കെ ആദ്യം ഇറങ്ങിയ സമയത്ത് ഒരു ബിറ്റ് കോയിനൊക്കെ ഒട്ടും വിലയില്ലായിരുന്നു. ഇന്ന് ഒരു ബിറ്റ് കോയിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8 ലക്ഷം രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. നിങ്ങൾക്കതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ, ഇതിലേക്ക് സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 2500 രൂപ കിട്ടുന്നുണ്ടോ. അത് വെറുതെ പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. യു വിൽ ഗെറ്റ് 50 SRC, അതായത് $35 ഫോർ കംപ്ലീറ്റ് ഓൾ ടാസ്ക് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ $35 വാല്യൂ ആണ് ഞാൻ പറഞ്ഞത് 2500 എന്ന്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 2600 രൂപയോളം വരും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് 500 രൂപ കിട്ടുമെന്ന്. അപ്പോൾ അതാണ് ഇവിടെ അടുത്ത പറഞ്ഞേക്കുന്നത്. 10 SRC, അതായത് $7 ഫോർ എ വാലിഡ് റെഫറൽ എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ $7 വാല്യൂ ആണ് 500 രൂപ എന്ന് ഞാൻ പറഞ്ഞത്. 524 രൂപയോളം വരും. $7 എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ 500 രൂപ പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ SRC എന്ന് പറയുന്നത് ഈ സൂപ്പർ റണ്ണിങ് കോയിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഈ 50 SRC എന്നും അതേപോലെ തന്നെ ഈ 10 SRC എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഓഫർ എങ്ങനെ, ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഒരു 2500 രൂപ ഏൺ ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞുതരാം. അതിനായിട്ട് നമുക്ക് താഴെയായിട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഐക്കൺ കാണാം. ആ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ആ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റർ ദ ക്യാപ്ച എന്ന് പറഞ്ഞ് വന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഈ തന്നേക്കുന്ന ഈ ക്യാപ്ച നമ്മൾ കറക്റ്റായിട്ട് മെസ്സേജ് പോലെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനവിടെ ക്യാപ്ച കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുത്തു. അന്നേരം യു ആർ ഇൻവൈറ്റ് ബൈ യൂസർ അതേപോലെ മെനു എന്നൊക്കെ പറഞ്ഞ് വന്ന് കിടപ്പുണ്ട്. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് സ്റ്റാർട്ട് എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ സ്റ്റാർട്ട് എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം, നമുക്ക് ആ $35 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കിടക്കുന്ന കുറച്ച് ടാസ്ക് ഇതിൽ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് ഈസി ആയിട്ട് തന്നെ 5 മിനിറ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരോട് പറയുന്നുണ്ട്, അവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്ന ടാസ്ക് എല്ലാം അവരോട് കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കും. നമ്മൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ അതിന് എമൗണ്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ, ആദ്യം ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്, ജോയിൻ അവർ ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ നമ്മൾ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ തൊട്ടായിട്ട് ജോയിൻ അവർ ടെലഗ്രാം ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഇവിടെ വന്നിട്ട് നമ്മൾ ജോയിൻ ചെയ്യുക. അതിനുശേഷം വീണ്ടും ബാക്ക് അടിക്കുക. എന്നിട്ട് അതിനുശേഷം മൂന്നാമത്തെ ടാസ്ക് എന്ന് വെച്ചാൽ ജോയിൻ അവർ അഡ്വർടൈസർ ചാനൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അവിടെ നിങ്ങൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ജോയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്ക് അടിക്കുക. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് വരുന്നൊരു സ്റ്റെപ്പാണ് ഫോളോ അസ് ഓൺ ട്വിറ്റർ ആൻഡ് റീട്വീറ്റ് പിൻഡ് പോസ്റ്റ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്വിറ്ററിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ടാസ്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ട്വിറ്ററിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ട്വിറ്ററിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്രോമിൽ പോയിട്ട് ട്വിറ്ററിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് തന്നെ അതിൽ സൈനപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് കാണിച്ചു തരുന്നില്ല. അപ്പോൾ ഞാനവിടെ ട്വിറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ട്വിറ്റർ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ലോഡായിട്ട് വന്നതിന് ശേഷം അവർ നമ്മുടെ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ ട്വിറ്ററിൽ നമ്മൾ അവരെ ഫോളോ ചെയ്യുക. എന്നാൽ നമുക്കിവിടെ ജസ്റ്റ് മേളിൽ ഫോളോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റീട്വീറ്റ് ദ പിൻഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാണ് പറയുന്നത്. അപ്പോൾ പിൻഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം കിടക്കുന്ന പോസ്റ്റ്, അതായത് നമ്മളിവിടെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ആദ്യം ഒരു പോസ്റ്റ് കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യം കിടക്കുന്ന പോസ്റ്റ്. അതിനുശേഷം നമ്മൾ റീട്വീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മൾ റീട്വീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ. അപ്പോൾ ആ റീട്വീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റീട്വീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ വന്നിട്ട് ജസ്റ്റ് റീട്വീറ്റ് എന്ന് മേളിൽ ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. ആ മേളിൽ കിടക്കുന്ന റീട്വീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക.
അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ ടെലഗ്രാം ആ ബോട്ടിലേക്ക് നമ്മൾ തിരിച്ചു വരിക, ആ ചാറ്റിലേക്ക് നമ്മൾ തിരിച്ചു വരിക. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം നമ്മളവിടെ ഓൾറെഡി ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ സബ്മിറ്റ് മൈ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സബ്മിറ്റ് മൈ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലിലോ അഡ്വർടൈസർ ചാനലിലോ ഒക്കെ ജോയിൻ ആയിട്ടുണ്ട്. അതിനുശേഷം താഴത്തെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അവർ നമ്മുടെ അടുത്ത് ഇവിടെ അടുത്ത് പറയുന്ന സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ അവരെ ട്വിറ്ററിൽ ഫോളോ ചെയ്യുക, അതേപോലെ റീട്വീറ്റ് ചെയ്യുക എന്നാണ്. നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനുശേഷം നമ്മുടെ ട്വിറ്ററിൻ്റെ യൂസർ നെയിം ഇവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ട്വിറ്ററിൽ അവരെ ഫോളോ ചെയ്തതും അതേപോലെ തന്നെ റീട്വീറ്റ് ചെയ്തതും വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അതിനായിട്ട് ഞാൻ നമ്മുടെ ട്വിറ്റർ അക്കൗണ്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ട്വിറ്ററിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ അക്കൗണ്ട് എടുക്കാവുന്നതാണ്, സിമ്പിളായിട്ട് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മുടെ പ്രൊഫൈലിൽ ഐക്കണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ട്വിറ്ററിലെ യൂസർ നെയിം അവിടെ നിന്ന് കിട്ടും. നിങ്ങൾ ക്രോമിൽ പോയിട്ട് ട്വിറ്റർ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഒരു മൊബൈൽ നമ്പർ OTP കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ട്വിറ്ററിൽ ഈസി ആയിട്ട് അക്കൗണ്ട് എടുക്കാം. അതിനുശേഷം പ്രൊഫൈലിൽ ഐക്കണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ട്വിറ്ററിൻ്റെ യൂസർ നെയിം അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് കോപ്പി ലിങ്ക് ഇൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിറ്ററിൻ്റെ യൂസർ നെയിം കോപ്പി ചെയ്തെടുക്കുക, ഇല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്കിവിടെ ഓപ്ഷൻ വന്നിട്ടില്ല, കാരണം അത് ഇടയ്ക്കിടയ്ക്ക് ഒരു ബഗ്ഗാണ് ടെലിഗ്രാമിൻ്റെ. അപ്പോൾ നമ്മൾ വീണ്ടും ആ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും ആ സ്റ്റാർട്ട് എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക താഴത്തെ. അതിനുശേഷം വീണ്ടും സബ്മിറ്റ് മൈ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ സബ്മിറ്റ് യുവർ ട്വിറ്റർ യൂസർ നെയിം എന്ന് പറഞ്ഞാൽ വീണ്ടും ആ ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കവിടെ അത് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് ആ മെസ്സേജിൻ്റെ ഓപ്ഷൻ അവിടെ എനേബിൾ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കോപ്പി ചെയ്തെടുത്ത് വെച്ചാൽ ഇവിടെ ട്വിറ്ററിൻ്റെ യൂസർ നെയിം നിങ്ങൾ അവിടെ കൊണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ട്വിറ്ററിൻ്റെ യൂസർ നെയിം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ അറ്റ് മുതൽ കിടക്കുന്നതാണ് നിങ്ങളുടെ ട്വിറ്ററിൻ്റെ യൂസർ നെയിം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങളുടെ ട്വിറ്ററിലേക്ക് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ ട്വിറ്ററിൻ്റെ പ്രൊഫൈലിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് അതിൻ്റെ താഴെയായിട്ട് അറ്റ് എബിൻടെക്കി എന്ന് പറഞ്ഞ് കിടക്കുന്നതാണ് എൻ്റെ യൂസർ നെയിം. അതേപോലെ അറ്റ് മുതൽ കിടക്കുന്നതാണ് നിങ്ങളുടെ യൂസർ നെയിം. അത് നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ ഇവിടെ കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ എമൗണ്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് ഇത്രയും ടാസ്ക് നമ്മൾ ചെയ്തതിൻ്റെ എമൗണ്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ERC20 എന്ന് പറഞ്ഞൊരു വാലറ്റിൻ്റെ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിലേക്കാണ് നമുക്ക് വിഡ്രോവൽ വരുന്നത്. അതിലേക്ക് വന്നതിന് ശേഷം നമുക്ക് Paytmലോട്ടോ ബാങ്കിലോട്ടോ ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അഡ്രസ്സ് നമുക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അഡ്രസ്സ് കിട്ടാനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ട്രസ്റ്റ് വാലറ്റ് എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അത് ഉപയോഗിച്ച് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് വരുമ്പോൾ അവരോട് പറയുന്നുണ്ട് ഐ അഗ്രി ടേംസ് ആൻഡ് കണ്ടീഷൻ. ഇവിടെ നമ്മൾ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള 2 പേജ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നമുക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല, പ്രൈവസി ഇഷ്യൂ കാരണം. വളരെ സിമ്പിളാണ്. നമ്മൾ ആ കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ നമുക്കൊരു 12 വേർഡ്സ് അവിടെ നിന്ന് കിട്ടും. അതിൻ്റെ താഴെയായിട്ട് തന്നെ കോപ്പി എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണും. അവിടെ നിങ്ങളത് കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്ത ശേഷം നിങ്ങൾ വാട്സപ്പിലോ എവിടെയെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്തിടുക. നമുക്ക് ഭാവിയിലേക്ക് അത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പേസ്റ്റ് ചെയ്തിടുക. പേസ്റ്റ് ചെയ്തിട്ടതിന് ശേഷം നമ്മുടെ ആ പേജിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞ ബട്ടൻ്റെ അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ വീണ്ടും നെക്സ്റ്റ് അടുത്ത പേജിലേക്ക് പോകും. അന്നേരം നമുക്ക് കിട്ടിയ ആ പഴയ പേജിൽ കിട്ടിയ 12 വേർഡ്സ് തന്നെ വീണ്ടും ഓർഡർ തെറ്റിച്ച് അവരിടും, നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി. അന്നേരം നമ്മൾ ആ പഴയ പേജിൽ കിട്ടിയ ആ 12 വേർഡ്സ് അതേ ഓർഡറിൽ, ആ പഴയ പേജിൽ കിടന്ന അതേ ഓർഡറിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് കംപ്ലീറ്റ് ആക്കാവുന്നതാണ്. കംപ്ലീറ്റ് ആക്കിയിട്ട് വീണ്ടും ആ താഴത്തെ കണ്ടിന്യൂവിൻ്റെ ബട്ടൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വാലറ്റിൽ ഈസി ആയിട്ട് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അയച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ട്രസ്റ്റ് വാലറ്റിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ട്രസ്റ്റ് വാലറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് നമ്മളൊരു അഡ്രസ്സ് കിട്ടാൻ വേണ്ടി നമ്മളിനി ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നമുക്കിവിടെ മേളിലായിട്ടൊരു പ്ലസിൻ്റെ ഐക്കൺ കാണാം. ആ പ്ലസിൻ്റെ ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ETH എന്ന് സെർച്ച് ചെയ്യുക. ETH എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മേളിലായിട്ട് ഇതേരിയം ETH എന്ന് പറയുന്ന സംഭവം കാണാം. അതിവിടെ ഓഫായി കിടക്കുകയാണ്. അത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഓൺ ആക്കി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അവിടെ ക്ലിക്ക് ചെയ്ത് ഞാനിവിടെ ഓൺ ആക്കി കൊടുക്കുകയാണ്. ഓൺ ആക്കി കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുന്നുണ്ട്. ബാക്ക് അടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഹോം പേജിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഇതേരിയം എന്ന് പറഞ്ഞ സംഭവം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്നാണ് നമുക്ക് അഡ്രസ്സ് കിട്ടുന്നത്. ആ ഇതേരിയം എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് സെൻഡ്, റിസീവ്, അതേപോലെ കോപ്പി എന്ന് പറഞ്ഞ 3 ഓപ്ഷൻ കാണാം. അതിനുശേഷം നമ്മൾ ഈ റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെയായിട്ട് കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഈ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. ആ കോപ്പി എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ടെലഗ്രാമിലേക്ക് ആ ചാറ്റിലേക്ക് നമ്മൾ തിരിച്ചു വരിക. അതിനുശേഷം നമ്മുടെ ആ അഡ്രസ്സ് നമ്മളിവിടെ അതേപോലെ തന്നെ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ടാസ്ക് ഓൾറെഡി കംപ്ലീറ്റ് ആവുന്നതാണ്. അതിനുശേഷം നമ്മൾ അവസാനം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ
ഇവിടെ അവർ ഒരു ടാസ്ക് കൂടെ പറയുന്നുണ്ട്, എയർ ഡ്രോപ്പ് സപ്പോർട്ട് ഗ്രൂപ്പിലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ അതിലേക്കും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുകയാണ്. ഇതിലൊക്കെ ജോയിൻ ചെയ്തിരുന്നാൽ ഈ എയർ ഡ്രോപ്പിന് എന്തെങ്കിലും എപ്പോഴേലും സ്റ്റോപ്പായി പോകുമോ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവർ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും പേടിക്കുന്ന വേണ്ട, ഇതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റുകൾ മൊത്തം നമ്മൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ തരുന്നതായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും നിങ്ങളൊന്ന് ജോയിൻ ചെയ്തിരിക്കുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് താഴെയായിട്ട് കംപ്ലീറ്റ് ഓൾ ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ കംപ്ലീറ്റ് ഓൾ ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഓൾ ടാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ 50 SRC സക്സസ്ഫുള്ളി ആഡഡ് ടു യുവർ ബാലൻസ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഈ 50 SRCയുടെ വാല്യൂയാണ് $35, അതായത് 2500 രൂപ. അതേപോലെ തന്നെ നമ്മൾ ഓരോ ആൾക്കാർ ഇതിൽ റെഫർ ചെയ്യുമ്പോഴും നമുക്ക് 10 SRC കിട്ടുന്നുണ്ട്, അതായത് $7, അതായത് 500 രൂപ പുറത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു SRC എന്ന് പറഞ്ഞാൽ ഈ സൂപ്പർ റണ്ണിങ് കോയിൻ എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ ഒരു SRC എന്ന് പറഞ്ഞാൽ $0.7 ആണ്. അപ്പോൾ അതേപോലെ 10 SRC എന്ന് പറഞ്ഞാൽ $7 ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു റഫർ ലിങ്ക് കിട്ടും. ഈ റഫർ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഇതേപോലെ ഷെയർ ചെയ്തിട്ട് അവരെയും കൊണ്ട് റഫർ ചെയ്ത് ഇതേപോലെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 500 രൂപ വെച്ച് കിട്ടുന്നതാണ്, അതായത് $7 വെച്ച് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എപ്പോഴാണ് ഈ പൈസ നമുക്ക് റെഡീം ചെയ്ത് നമ്മുടെ ബാങ്കിലോട്ടും Paytmലോട്ടും ആക്കാമെന്ന് എല്ലാവർക്കും ഇപ്പോൾ ഒരു ഡൗട്ടാണ്. അപ്പോൾ സെപ്റ്റംബർ 1 ഇവർ നമുക്കിത് നമ്മൾ കൊടുത്ത ട്രസ്റ്റ് വാലറ്റിൻ്റെ ഇതേരിയം അഡ്രസ്സ് കോപ്പി ചെയ്ത് ഇതിൽ പേസ്റ്റ് ചെയ്ത് കൊടുത്തില്ലേ, അതിലേക്ക് അവർ നമുക്ക് അയച്ചു തരുന്നതാണ്. സെപ്റ്റംബർ 1 അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം നമുക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ അയച്ചു തരുന്ന അന്ന് തന്നെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഇടും, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വിഡ്രോ വീഡിയോ ഉറപ്പായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്തിരിക്കുക. ഇതിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ബാലൻസും കാര്യങ്ങളൊക്കെ ഓരോരുത്തരൊക്കെ റെഫർ ചെയ്തിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബാലൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ബാലൻസ് എന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ കാണാം നമ്മുടെ 50 SRC ആണ് ഇപ്പോൾ എൻ്റെ ഇതിലുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് റെഫർ ചെയ്താൽ കൂടുതൽ ഇതിൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ഈ റെഫർ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ റെഫർ ലിങ്ക് ഒക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഓഫർ എന്ന് വരെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 31 വരെയാണ് ഈ ഓഫർ ഉള്ളത്. ചിലപ്പോൾ അതിന് മുമ്പിട്ടേ തീർന്നു പോകാനുള്ള ചാൻസും ഉണ്ട്, കാരണം ഒത്തിരി യൂസേഴ്സ് ഇതിൽ വന്നാൽ തീർന്നു പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഇതെന്തെങ്കിലും സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ വ്യക്തമായിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഒരു 1-2 ആഴ്ചയും കൂടെ ഉറപ്പായിട്ടും ഈ ഓഫർ കാണും. അപ്പോൾ നിങ്ങൾ പരമാവധി ഇതിൽ നിന്ന് ഏൺ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്തിരിക്കുക. അതേപോലെ തന്നെ ഇതേപോലെ വലിയ ഏണിങ്സ് കിട്ടുന്ന ആപ്ലിക്കേഷൻ്റെ സൈറ്റ്സിൻ്റെയൊക്കെ വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലിംഗ്ലിക്കും ഓൾ ഓപ്ഷൻ കൊടുത്ത് വെച്ചേക്കുക. നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിലോ ടെലഗ്രാമിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ നല്ല അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ. അപ്പോൾ ശരി എന്നാൽ.